ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 203 വാല്യം 5. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. കോട്ടയ്ക്കരികിലുള്ള ഒരു വീട്ടിൽ നിന്ന് ഈശോ ഇറങ്ങി വരുന്നു. അപ്പസ്തലന്മാരും കൂടെയുണ്ട്. എനിക്ക് തോന്നുന്നത് അവർ ഇപ്പോഴും ബെസേത്ത ഡിസ്ട്രിക്റ്റിലാണെന്ന് തന്നെ. കാരണം കോട്ടയ്ക്ക് വെളിയിലേക്ക് പോകണമെങ്കിൽ ജോസഫിന്റെ വീടിനടുത്തു കൂടെ പോകണം. അത് കവാടത്തിനടുത്താണ്. ഹേരോദാസിന്റെ കവാടം എന്നവർ പറയുന്ന കവാടം. ചന്ദ്രിക അർദ്ധവൃത്തത്തിൽ വെളിച്ചം പകരുന്നു. സന്ധ്യാസമയം എല്ലായിടത്തും ശാന്തത പരന്നിട്ടുണ്ട്. പട്ടണത്തെരുവുകൾ മിക്കവാറും വിജനമായി. അവർ ലാസറസിന്റെ ഏതോ ഒരു വീട്ടിൽ പെസഹ ആഘോഷിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ അന്ത്യ അത്താഴത്തിന്റെ ഭവനമല്ല. കാരണം അവ രണ്ടും എതിർ ദിക്കുകളിലാണ്. ഒന്ന് വടക്കും മറ്റേത് പട്ടണത്തിന്റെ തെക്കുഭാഗത്തുമാണ്. വാതിൽപ്പടിക്കൽ വച്ച് ഈശോ എൻഡോറിലെ ജോണിനോട് യാത്ര പറയുന്നു. സ്ത്രീകളുടെ കാര്യം അന്വേഷിച്ചു കൊള്ളണമെന്ന് അയാളോട് പറയുകയും അയാൾ അത് സമ്മതിച്ചതിന് അയാൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട്. ഈ സമയം വാതിൽക്കലേക്ക് വന്ന മാർജിയാമിനെ ഈശോ ചുംബിച്ച ശേഷം ഹേറോദേസിന്റെ കവാടത്തെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് കർത്താവേ? എന്റെ കൂടെ വരൂ. വളരെ ആഗ്രഹത്തോടെ കാത്തിരുന്ന് കിട്ടുന്ന ഒരു മുത്തുകൊണ്ട് പെസഹ തിരുനാളിന് മകുടം ചാർത്താൻ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതിനാലാണ് നമ്മൾ മാത്രം മതിയെന്ന് ഞാൻ തീരുമാനിച്ചത്. എന്റെ അപ്പസ്തോലന്മാർ മാത്രം. എന്റെ കൂട്ടുകാരായ നിങ്ങൾക്ക് എന്നോടുള്ള വലിയ സ്നേഹത്തിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. അത് എത്രയധികം എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ വിസ്മയിക്കുമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും നീങ്ങുന്നത് നിരന്തരമായ ഉരസലുകളുടെയും ഇച്ഛാഭംഗങ്ങളുടെയും നടുവിലൂടെയാണ്. ഇച്ഛാഭംഗങ്ങൾ നിങ്ങൾക്കാണ്. എനിക്ക് ഇച്ഛാഭംഗമൊന്നുമില്ലെന്ന് നിങ്ങളെ തന്നെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. കാരണം ഓരോന്നും അവഗണിക്കുന്നതിനുള്ള വരം എനിക്ക് ലഭിച്ചിട്ടില്ല. ഞാൻ നിങ്ങളെ നയിക്കുവാൻ നിങ്ങൾ എന്നെ അനുവദിക്കണമെന്ന് പറയുന്നതിന്റെ ഒരു കാരണം അതാണ്. ഞാൻ അതും ഇതും എല്ലാം അനുവദിക്കുമ്പോൾ നിങ്ങൾ അത് തടസ്സപ്പെടുത്തരുത്. ഒരു കാര്യം അവസാനിപ്പിക്കാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ലെന്ന് കാണുമ്പോൾ നിങ്ങൾ തന്നെ അത് അവസാനിപ്പിക്കാൻ ശ്രമിക്കരുത്. ഓരോന്നും ഏറ്റവും പറ്റിയ സമയത്താണ് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളിലും എന്നെ വിശ്വസിക്കൂ. അവർ കോട്ടയുടെ വടക്ക് കിഴക്കേ ഭാഗത്തെത്തി. തിരിഞ്ഞ് മോറിയ മലയെ ലക്ഷ്യമാക്കി നടക്കുന്നു. ഒരു ചെറിയ പാലം കയറി കിദ്രോൻ തോട് കടക്കുന്നു. നമ്മൾ ഗെത്സമനിയിലേക്ക് പോവുകയാണോ? അൽഫയൂസിന്റെ മകൻ ജെയിംസ് ചോദിക്കുന്നു. അല്ല, അതിന്റെയും മുകളിൽ, വളരെ മുകളിൽ, ഒലിവ് മലയിലേക്കാണ് പോകുന്നത്. ഓ, അതെത്ര സുന്ദരമായിരിക്കും, ജോൺ പറയുന്നു. ബാലനും അതിഷ്ടപ്പെടുമായിരുന്നു, പത്രോസ് താണസ്വരത്തിൽ പറയുന്നു. ഓ, അവൻ ഇവിടെ വരാൻ അനേക അവസരങ്ങൾ ഇനിയും ഉണ്ടാകും. അവൻ ക്ഷീണിച്ചു പോയി. കേവലം ബാലനല്ലേ. നിങ്ങൾക്ക് ഒരു വലിയ കാര്യം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തരാനുള്ള സമയം ശരിക്കും ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഗെത്സമനിയെ വലതുഭാഗത്ത് പിന്നിലാക്കിക്കൊണ്ട് ഒലിവ് വൃക്ഷങ്ങളുടെ ഇടയിലൂടെ അവർ മുകളിലേക്ക് വീണ്ടും കയറുന്നു. മുകൾ ഭാഗത്തെത്തി. കാറ്റിൽ ഒലീവിന്റെ ഇലകൾ ഇളകുന്ന ശബ്ദം മാത്രം. ഈശോ നിന്നിട്ട് പറയുന്നു, കയറിയത് മതി, ഇവിടെ നിൽക്കാം. ഭാവിയിൽ എന്റെ ജോലി തുടരാനുള്ള എന്റെ പ്രിയ ശിഷ്യരെ, എന്റെ അടുത്തേക്ക് വരൂ. പലപ്പോഴും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. ജോൺ ശിഷ്യരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ. കാരണം ഗുരു പ്രാർത്ഥിക്കുന്ന അതേ വാക്കുകൾ ഉപയോഗിച്ച് ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ കഴിയും എന്ന്. എന്നാൽ ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ അതിന് കഴിവുള്ളവരായി ഒരുവിധമെങ്കിലും ഒരുങ്ങിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ പഠിപ്പിക്കാമെന്നാണ്. കാരണം പ്രാർത്ഥന പിതാവിനോടുള്ള ഒരു ശരിയായ സംഭാഷണമാകുന്നതിന് പകരം വാക്കുകളുടെ വെറും ഉച്ചാരണമോ ആവർത്തനമോ ആയാൽ പോരല്ലോ. അതിനുള്ള സമയം ഇപ്പോൾ ആയിട്ടുണ്ട്. ദൈവത്തോട് പറയാൻ കൊള്ളാവുന്ന വാക്കുകൾ മനസ്സിലാക്കാനുള്ള ഒരുക്കം നിങ്ങളിൽ ഇപ്പോഴുണ്ട്. ഇന്ന് രാത്രിയിൽ അവ നിങ്ങളെ പഠിപ്പിക്കാൻ പോവുകയാണ്. സമാധാനത്തിലും പരസ്പര സ്നേഹത്തിലും ദൈവത്തിന്റെ സ്നേഹത്തിലും സമാധാനത്തിലും ആണ് നമ്മളിപ്പോൾ. കാരണം യഥാർത്ഥ ഇസ്രായേൽക്കാരെ പോലെ
നമ്മൾ പെസഹ ആചരണം മുറപ്രകാരം അനുഷ്ഠിച്ചു. ദൈവത്തെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും അയൽക്കാരെ സ്നേഹിക്കുന്നതിനെക്കുറിച്ചും ഉള്ള ദൈവകൽപ്പനകളും അനുസരിച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളിൽ ഒരാൾ വളരെ സഹിച്ചു. അർഹമല്ലാത്ത ചില പ്രവർത്തനങ്ങൾ നിമിത്തം അവനുണ്ടായ രോഷം അമർത്തുവാനുള്ള പരിശ്രമത്തിൽ അയാൾ വളരെ സഹിച്ചിട്ടുണ്ട്. അതെ, യോനായുടെ പുത്രൻ സൈമൺ, ഇങ്ങു വരൂ. നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകൾ ഒന്നുപോലും എന്നിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. അതുപോലെ ഞാൻ നിന്നോടൊപ്പം സഹിക്കാത്തതായി ഒരു ദുഃഖവുമില്ല, ഞാനും നിന്റെ കൂട്ടുകാരും. എന്നാൽ കർത്താവേ, എന്നേക്കാൾ കൂടുതൽ വിഷമം വരുത്തിയത് നിനക്കാണ്. അതെനിക്ക് കൂടുതൽ വേദനയ്ക്ക് കാരണമായി. അല്ല, കൂടുതൽ സ്പർശിക്കുന്ന അല്ല, അത് കൂടുതൽ എന്റെ ആഘോഷത്തിന് വരാൻ യൂദാസ് കൂട്ടാക്കിയില്ല എന്നത് എന്നെ ഒരു മനുഷ്യനെന്ന നിലയിൽ വേദനിപ്പിച്ചു. എന്നാൽ നിന്നെ വിഷമിപ്പിച്ചു, ദുഃഖിപ്പിച്ചു എന്നത് ഇരട്ടി വേദന എന്നിലുളവാക്കി. അത് വേറൊരു തരം വേദനയാണ്. ഞാൻ നിന്റെ വാക്കുകൾ ഉപയോഗിച്ച് വലിപ്പം കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ പറയുന്നത് എന്നിലെ അഹങ്കാരം കൊണ്ടാണെങ്കിൽ അക്കാര്യം എന്നോട് പറയണമേ. എനിക്ക് തോന്നുന്നത് എന്റെ ആത്മാവിലാണ് ഞാൻ സഹിച്ചതെന്നാണ്. ആ വേദനയാണ് കൂടുതൽ ശക്തിയുള്ള വേദന. അത് അഹങ്കാരമല്ല. സൈമണെ, നീ അരൂപിയിൽ സഹിച്ചു. കാരണം യോനായുടെ പുത്രൻ സൈമൺ ഗലീലിയായിലെ മീൻപിടുത്തക്കാരൻ ഈശോയുടെ പത്രോസായി വ്യത്യാസപ്പെട്ടു വരികയാണ്. ഈശോ അരൂപിയുടെ ചേതനയുടെ ഗുരുവാണ്. അവന്റെ ശിഷ്യരും ചേതനയിൽ കൂടുതൽ സജീവരും പ്രവർത്തനശേഷിയുള്ളവരുമായി തീരുകയാണ്. അരൂപിയിലുള്ള ജീവിതത്തിൽ നിങ്ങൾ പുരോഗമിക്കുന്നതിനും ഇപ്രകാരമുള്ള പുരോഗമനം എല്ലാവരിലും ഉള്ളതുകൊണ്ടുമാണ് ഇന്ന് രാത്രിയിൽ ആ പ്രാർത്ഥന നിങ്ങളെ പഠിപ്പിക്കുന്നത്. തനിച്ച് നടത്തിയ ആ ധ്യാനത്തിന് ശേഷം നിങ്ങൾ എത്രയധികം വ്യത്യാസപ്പെട്ടു. എല്ലാവരും വ്യത്യാസപ്പെട്ടോ കർത്താവേ? വിശ്വസിക്കാൻ കഴിയാത്ത ബർത്തലോമിയോ ചോദിക്കുന്നു. നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങൾ 11 പേരോടാണ് സംസാരിക്കുന്നത്, വേറൊരുത്തരോടും അല്ല. ഗുരുവേ, സൈമണിന്റെ മകൻ യൂദാസിന് എന്തു പറ്റിയിരിക്കുകയാണ്? അവനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അവന് വളരെ വ്യത്യാസം വന്നെന്ന് തോന്നുമായിരുന്നു. എന്നാൽ നമ്മൾ തടാകം വിട്ട് കഴിഞ്ഞപ്പോൾ വിഷമത്തോടെ ആൻഡ്രു പറയുന്നു, നീ ഒന്നടങ്ങിയിരിക്കും സഹോദരാ. രഹസ്യത്തിന്റെ താക്കോൽ എന്റെ പക്കലുണ്ട്. ബേൽ നമ്മളെ വിസ്മയിപ്പിക്കാൻ അത് തേടിയാണ് അവൻ എൻഡോറിലെ ഗുഹയിലേക്ക് പോയത്. അവൻ അർഹിച്ചത് അവന് കിട്ടുകയും ചെയ്തു. അന്ന് ഗുരു അത് പറഞ്ഞു. ഗമാലയിൽ വച്ച് പിശാചുകൾ പന്നികളിലേക്ക് പാഞ്ഞു കയറി. എൻഡോറിൽ വച്ച് പിശാച് ആ സാധു ജോണിൽ നിന്നിറങ്ങി ഇവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. നമുക്കതറിയാം. ഞാൻ ഇവരോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഗുരുവേ, അതെല്ലാം ഇവിടെ എന്റെ തൊണ്ടയിലിരിപ്പുണ്ട്. ഞാൻ അത് പറഞ്ഞില്ലെങ്കിൽ അത് പുറത്തു വരികയില്ല. എനിക്കത് വിഷമമായി തീരുകയും ചെയ്യും. സൈമൺ നല്ലവനായിരിക്കൂ. ഉവ്വ് ഗുരുവേ, അവനോട് ഞാൻ കഠിനതയോടെ വർത്തിക്കയില്ലെന്ന് ഉറപ്പു പറയുന്നു. ഞാൻ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും അതറിയാം. അവൻ ഒരുമാതിരി പന്നിയെപ്പോലെ തന്നെയാ. പന്നിയെയാണ് പിശാച് തിരഞ്ഞെടുക്കുന്നത്. ഒരിടം വിട്ടുപേക്ഷിക്കേണ്ടി വരുമ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, അത് തന്നെ കാര്യം. ഇങ്ങനെയാണെന്ന് നീ ശരിക്കും വിചാരിക്കുന്നുണ്ടോ? സബദിയുടെ പുത്രൻ ജെയിംസ് ചോദിക്കുന്നു. പിന്നെന്താകാനാണ് സാധ്യത? ഇത്ര പിടികിട്ടാപ്പുള്ളിയായി തീരാൻ വേറൊരു കാരണവുമില്ല. തെളിവെള്ളത്ത് ആയിരുന്നതിനേക്കാൾ കഷ്ടമാണ് ഇപ്പോൾ. അവിടെ വച്ച് അവിടുത്തെ പരിതസ്ഥിതികളും കാലാവസ്ഥയും കൊണ്ടാണ് അവന് വല്ലായ്മ എന്നാണ് നമ്മൾ വിചാരിച്ചത്. എന്നാൽ ഇപ്പോഴോ? വേറൊരു കാരണമുണ്ട് സൈമൺ. ഗുരുവേ, ഞങ്ങളോടത് പറയൂ. എന്റെ കൂട്ടുകാരനെ കുറിച്ചുള്ള അഭിപ്രായം മാറ്റുന്നതിന് എനിക്ക് സന്തോഷമാണ്. യൂദാസിന് അസൂയയുണ്ട്. അസൂയയുള്ളതുകൊണ്ടാണ് എപ്പോഴും അവന് അസ്വസ്ഥത. അസൂയയോ? ആരോട്? അവൻ വിവാഹിതനല്ല. അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെയും സ്ത്രീകളുടെ കൂടെ അവൻ പോകുകയും ചെയ്താൽ തന്നെയും എനിക്ക് തോന്നുന്നത് ഞങ്ങളാരും അവനോട് പരുഷമായി പെരുമാറുകയില്ലെന്നാണ്. അവന് എന്നോടാണ് അസൂയ. വിചാരിച്ചു നോക്കിക്കേ.
എൻഡോറും എസ്തരലോണും കഴിഞ്ഞപ്പോഴാണ് അവന് വ്യത്യാസം വന്നത്. അതായത് ജോണിനെയും ജാബസിനെയും ഞാൻ സ്വീകരിച്ച് അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നിമിത്തം. എന്നാൽ ജോൺ എന്നിൽ നിന്ന് വിട്ട് ഐസക്കിന്റെ കൂടെ താമസിക്കാൻ പോയി കഴിയുമ്പോൾ യൂദാസ് വീണ്ടും സന്തോഷവാനും നല്ലവനുമായിത്തീരും. കൊള്ളാം, എന്നാൽ ഒരു കൊച്ചു പിശാച് അവനെ ബാധിച്ചിട്ടില്ല എന്ന് നീ എന്നോട് പറയുകയില്ല. എന്നാൽ ഏറ്റവും അധികമായി, എല്ലാത്തിനും ഉപരിയായി, ഈയിടെയായിട്ട്, ഏതാനും മാസങ്ങൾ തന്നെയായിട്ട് അവന് മാറ്റം വന്നിട്ടുണ്ടെന്ന് നിനക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ വർഷം എനിക്കും അസൂയയുണ്ടായിരുന്നു. ഞങ്ങൾ 6 പേര് മതി, വേറെ ആരും വേണ്ട എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ആദ്യത്തെ 6 പേര്. നീ അതോർക്കുന്നുണ്ടോ? എന്നാൽ ഇപ്പോഴോ? ഞാൻ ഈ പറയാൻ പോകുന്നതിന് സാക്ഷിയായി ദൈവത്തെ ഒരു പ്രാവശ്യം വിളിച്ചുകൊള്ളട്ടെ. ഇപ്പോൾ ഞാൻ പറയുന്നു, നിനക്ക് ചുറ്റും ശിഷ്യരുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. ഓ, എല്ലാ മനുഷ്യരെയും നിന്റെ പക്കലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയും എന്നാൽ ദാരിദ്ര്യ നിമിത്തം തടസ്സപ്പെടുകയും ചെയ്യാതിരിക്കാൻ അവരെ സഹായിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും എനിക്കുണ്ടായിരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് ദൈവം കാണുന്നു. എന്നാൽ ഞാൻ ഇങ്ങനെ ആയത് എന്തുകൊണ്ടാണ്? കാരണം എന്നെ മാറ്റുവാൻ ഞാൻ നിന്നെ അനുവദിച്ചു. അവന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് തന്നെയുമല്ല, നേരെ മറിച്ച് ഇത് ശരിയാണ് ഗുരുവേ, ഒരു ചെറിയ പിശാച് അവനിൽ കൂടിയിട്ടുമുണ്ട്. അങ്ങനെ പറയാതിരിക്കൂ, അങ്ങനെ ചിന്തിക്കാതിരിക്കൂ. അവന് സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥിക്കൂ. അസൂയ ഒരു രോഗമാണ്. നിന്റെ അടുത്ത് അവന് സുഖം പ്രാപിക്കാൻ കഴിയും, ആവശ്യമുണ്ടെങ്കിൽ. ഹാ, നിനക്ക് വേണ്ടി ഞാൻ അവന്റെ കൂടെ ജീവിക്കാം. എന്നാൽ എത്ര വിഷമം പിടിച്ച കാര്യം. ഞാൻ അതിന് നിനക്കൊരു സമ്മാനം തന്നല്ലോ, നിന്റെ ബാലൻ. എന്നാൽ ഇനി പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങളെ ഞാൻ പഠിപ്പിക്കാം. ഓ ശരി എന്റെ സഹോദരാ, നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. എന്റെ പേരുകാരനെ പ്രാർത്ഥനയുടെ ആവശ്യമുള്ള ഒരാൾ എന്ന നിലയ്ക്ക് മാത്രം നമ്മൾ ഓർത്താൽ മതി. അവന് ഇപ്പോഴേ ശിക്ഷ കിട്ടിക്കഴിഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ അവൻ നമ്മുടെ കൂടെ ഇല്ലല്ലോ, അത് തന്നെ മതിയായ ശിക്ഷയായല്ലോ. യൂദാസ് തദേവൂസ് പറയുന്നു. ശ്രദ്ധിക്കൂ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമായി കരുതപ്പെടട്ടെ. സ്വർഗത്തിൽ എന്ന പോലെ നിന്റെ രാജ്യം ഭൂമിയിൽ വരട്ടെ. നിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിർവഹിക്കപ്പെടട്ടെ. അനുദിന അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥന ചൊല്ലാൻ ഈശോ എഴുന്നേറ്റ് നിന്നു. അവനെ അനുകരിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്നു. വളരെ ശ്രദ്ധയോടെ നിൽക്കുന്ന അവർ തരളിത ഹൃദ്യരായി കാണപ്പെടുന്നു. എന്റെ സ്നേഹിതരെ, വേറൊന്നും ആവശ്യമില്ല. ഒരു സ്വർണമോതിരത്തിനെന്ന പോലെയുള്ള പൂർണ്ണത ഈ പ്രാർത്ഥനയ്ക്കുണ്ട്. മനുഷ്യന്റെ അരൂപിക്കും മാംസരക്തങ്ങൾക്കും ആവശ്യമുള്ളവയെല്ലാം ഈ വാക്കുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഈ പ്രാർത്ഥനയിലൂടെ ആദ്യം പറഞ്ഞതിനും പിന്നീട് പറഞ്ഞതിനും ഉപകാരപ്രദമായിട്ടുള്ളതെല്ലാം നിങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിത്യജീവൻ നേടും. ശീശ്മകളുടെ കൊടുങ്കാറ്റുകളോ കാലപ്പഴക്കമോ ഇതിന്റെ വില കുറയ്ക്കാത്ത നിലയിൽ അത്ര പൂർണ്ണമായ പ്രാർത്ഥനയാണിത്. സാത്താന്റെ ഭാഗങ്ങൾ പറിച്ചു കീറി മാറ്റപ്പെടും. ചിലത് സ്വതന്ത്ര കോശങ്ങളായി നിൽക്കും. അവയ്ക്ക് ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം പോലെ പൂർണ്ണതയുള്ളതായി തീരാനാണ് ആഗ്രഹം, വ്യർത്ഥമായ ആഗ്രഹം. എന്നാൽ ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം ഭൂമിയുള്ള കാലത്തോളം നിലനിൽക്കുന്ന ഏക സത്യസഭയാണ്, അപ്പസ്തോലിക സഭയാണ്. ഈ സഭ ഐക്യത്തോടെ നിൽക്കുന്ന എല്ലാ വിശ്വാസികളുടെയും കൂട്ടായ്മയാണ്. എന്റെ മക്കളെ വളർത്തുവാൻ മാതൃസഭയ്ക്ക് ഞാൻ നൽകുന്ന വരങ്ങൾ മറ്റ് സഭകൾക്കുണ്ടാകയില്ല. എന്നാലും വേർപെട്ടു പോയ ആ കോശങ്ങളും ക്രിസ്തുവിന്റെ സഭകൾ എന്നറിയപ്പെടും. കാരണം ക്രിസ്തുവിനെ അവർ ആരാധിക്കുന്നു. അവരുടെ തെറ്റിനിടയിലും അവർ ക്രിസ്തുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളതെന്ന് അവർ എപ്പോഴും ഓർക്കുന്നുണ്ടാകും.
അവരുടെ സാർവത്രികമായ ഈ പ്രാർത്ഥന ഉപയോഗിച്ച് പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന സൂക്ഷിച്ച് ഓർത്തുകൊള്ളുക. ഇതേക്കുറിച്ച് നിരന്തരം ധ്യാനിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കുക. നിങ്ങളെ തന്നെ വിശദീകരിക്കാൻ മറ്റൊന്നും ആവശ്യമില്ല. ദൈവാലയമോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ ഒന്നുമില്ലാത്ത അജ്ഞാനികളുടെ ഒരു ദേശത്ത് ഏകനായിരിക്കുന്ന ഒരാൾക്ക് പോലും ധ്യാനത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥനയിൽ നിന്ന് ലഭിക്കും. ഈ പ്രാർത്ഥന നടത്തുവാൻ സ്വന്തം ഹൃദയം ഒരു ദൈവാലയമായി അനുഭവപ്പെടുകയും ചെയ്യും. വിശുദ്ധി പ്രാപിക്കാനുള്ള സുരക്ഷിതമായ നിയമവും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞങ്ങളുടെ പിതാവേ, ഞാൻ അവനെ പിതാവേ എന്ന് വിളിക്കുന്നു. വചനത്തിന്റെ പിതാവ്, മനുഷ്യ രക്ഷാവതാരം ചെയ്തവന്റെ പിതാവ്. അങ്ങനെ തന്നെ നിങ്ങളും വിളിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം നിങ്ങൾ എന്നിൽ വസിക്കുമെങ്കിൽ നിങ്ങളെല്ലാവരും എന്നിൽ ഒന്നാണ്. ഒരു കാലത്ത് ദൈവം എന്ന വാക്ക് ഉച്ചരിക്കാൻ മനുഷ്യൻ ഭയന്ന് വിറച്ച് മുഖം നിലത്ത് മുട്ടിച്ച് സാഷ്ടാംഗം പ്രണമിക്കേണ്ടിയിരുന്നു എന്ന് വിശ്വസിക്കാത്തവനും എന്റെ വാക്കിൽ വിശ്വസിക്കാത്തവനും ഇപ്പോഴും ഇതുപോലെ മരവിപ്പിക്കുന്ന ഭയത്തിലാണ് ജീവിക്കുന്നത്. ദേവാലയത്തിന്റെ അകം നോക്കൂ. ദൈവമല്ല, ദൈവത്തിന്റെ ഓർമ്മ പോലും വിശ്വാസികളുടെ കണ്ണുകളിൽ നിന്ന് 3 വിരികളിട്ട് മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ വരുന്നവനെ അകലം കൊണ്ടും വിരികൾ കൊണ്ടും മാറ്റി നിർത്തിയിരിക്കുകയാണ്. എല്ലാം അവനോട് ഇങ്ങനെയാണ് പറയുക: നീ ചെളിയാണ്, അവൻ പ്രകാശവും; നീ നിന്ദ്യനാണ്, അവൻ പരിശുദ്ധനും; നീ ഒരടിമയാണ്, അവൻ രാജാവും. എന്നാൽ ഇപ്പോഴോ, എഴുന്നേൽക്കൂ, എന്റെ അടുത്ത് വരൂ. ഞാൻ നിത്യപുരോഹിതനാണ്. നിങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് എനിക്ക് പറയാം, വരൂ എന്ന്. എനിക്ക് വിരികളെല്ലാം പിടിച്ച് വലിച്ചു മാറ്റാം. അങ്ങനെ പ്രവേശനമില്ലാത്ത, ഇത്രയും നാൾ അടഞ്ഞുകിടന്നിരുന്ന സ്ഥലം തുറക്കാം. അടഞ്ഞുകിടന്നത് എന്തുകൊണ്ട്? പാപത്താൽ അടഞ്ഞുകിടന്നു. അതോ പാപനിമിത്തം, എന്നാൽ അതിലുമധികമായി മനുഷ്യന്റെ നിരാശയുടെ ചിന്തയാൽ? ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം പിതാവാണെങ്കിൽ എന്തിനാണ് അടച്ചിടുന്നത്? എനിക്ക് കഴിയും, ഞാൻ അത് ചെയ്യണം. ഞാൻ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതായത് പൂഴിയിലേക്കല്ല, നീലിമയാർന്ന പ്രശാന്തതയിലേക്ക്; വിദൂരതയിലേക്കല്ല, സമീപത്തേക്ക്; അടിമകളെ പോലെയല്ല, മക്കളെ പോലെ ദൈവത്തിന്റെ ഹൃദയത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെല്ലണം. പിതാവേ, പിതാവേ എന്ന് പറയണം. മടുപ്പ് തോന്നാതെ ആ വാക്ക് ആവർത്തിച്ച് പറയണം. ഓരോ പ്രാവശ്യവും നിങ്ങൾ അത് പറയുമ്പോൾ ദൈവത്തിന്റെ സന്തോഷം നിമിത്തം സ്വർഗം ഒന്നുകൂടെ മിന്നിപ്രകാശിക്കുന്നു എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? യഥാർത്ഥ സ്നേഹത്തോടെ വേറൊരു വാക്ക് പറയാതെ ആ വാക്കു മാത്രം പറഞ്ഞാലും നിങ്ങൾ കർത്താവിന് ഇഷ്ടപ്പെട്ട ഒരു പ്രാർത്ഥനയായിരിക്കും ചൊല്ലുന്നത്. അപ്പാ, അപ്പാ എന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ പിതാക്കന്മാരെ വിളിക്കുന്നു. അവർ ആദ്യം പറയുന്ന വാക്കുകൾ അമ്മ, അപ്പ എന്നൊക്കെയാണ്. നിങ്ങൾ ദൈവത്തിന്റെ കൊച്ചുകുട്ടികളാണ്. നിങ്ങൾ ആയിരുന്ന പഴയ മനുഷ്യനെ ഞാൻ നശിപ്പിച്ചു. എന്റെ സ്നേഹം നിമിത്തം നിങ്ങളിൽ പുതിയ മനുഷ്യന് ഞാൻ ജന്മം നൽകി, ക്രിസ്ത്യാനിയാക്കി. അതിനാൽ കൊച്ചുകുട്ടികൾ വിളിക്കുന്ന ആദ്യത്തെ വാക്കുപയോഗിച്ച് സ്വർഗത്തിലായിരിക്കുന്ന ഏറ്റവും പരിശുദ്ധനായ പിതാവേ എന്ന് നിങ്ങൾ വിളിക്കൂ. നിന്റെ നാമം പരിശുദ്ധമായി കരുതപ്പെടട്ടെ. ഓ, മറ്റേത് നാമത്തേക്കാൾ പരിശുദ്ധവും മാധുര്യമേറിയതുമായ നാമം! പാപം ചെയ്തവരുടെ ഭയം ആ നാമത്തെ വേറൊരു നാമം കൊണ്ട് മറച്ചുവച്ചു. അല്ല, ഇനിയും അഡോണായി അല്ല, അവൻ ദൈവമാണ്. സ്നേഹത്തിന്റെ ആധിക്യത്തിൽ മനുഷ്യരാശിയെ സൃഷ്ടിച്ച ദൈവമാണവൻ. ഇപ്പോൾ മുതൽ മനുഷ്യവംശം ഞാൻ അവയ്ക്കായി തയ്യാറാക്കുന്ന ശുദ്ധീകരണം കൊണ്ട് ശുചിയാക്കപ്പെട്ട അധരങ്ങൾ ഉപയോഗിച്ച് അവനെ അവന്റെ പേര് വിളിക്കണം. അഗ്രാഹ്യനായ അവനെ മനസ്സിലാക്കാൻ കാത്തു കഴിയുന്ന സമയമാണിപ്പോൾ. മനുഷ്യമക്കളിൽ ഏറ്റവും നല്ലവരായവർ അവനോട് ഐക്യപ്പെട്ട് ഞാൻ സ്ഥാപിക്കാൻ വന്ന രാജ്യത്തിലേക്ക് ഉയരുകയും ചെയ്യുന്ന സമയം. സ്വർഗത്തിലെ പോലെ നിന്റെ രാജ്യം ഭൂമിയിൽ വരട്ടെ.
അതിന്റെ വരവിനായി നിങ്ങളുടെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആഗ്രഹിക്കുക. അത് വന്നെങ്കിൽ അത് ഭൂമിയുടെ സന്തോഷമായിരിക്കും. ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും പൗരന്മാരുടെ ഇടയിലും രാഷ്ട്രങ്ങളിലും ദൈവരാജ്യം വരണം. ഈ രാജ്യസ്ഥാപനത്തിനായി സഹിക്കുകയും അധ്വാനിക്കുകയും ത്യാഗങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. സ്വർഗത്തിലെ ജീവിതം ഓരോ വ്യക്തിയിലും പ്രതിഫലിപ്പിക്കുന്ന ഒരു കണ്ണാടിയായി തീരട്ടെ ഈ ഭൂമി. ഇത് സംഭവിക്കും. ഒരു ദിവസം ഇതെല്ലാം സംഭവിക്കും. കണ്ണീർ, രക്തച്ചൊരിച്ചിൽ, അബദ്ധങ്ങൾ, പീഡനങ്ങൾ, അന്ധകാരം ഇവയെല്ലാം അനേകം നൂറ്റാണ്ടുകൾ നീണ്ടുനിന്നാലും എന്റെ പള്ളിയുടെ മൗതികമായ പ്രകാശം ഇടയ്ക്കിടെ വീശുന്നതിൽ സമാധാനവും ആശ്വാസവും ലഭിച്ചുകൊണ്ടിരിക്കും. ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കപ്പെടുന്ന സമയത്തിന് മുൻപ് ഇതെല്ലാം സംഭവിക്കും. ഓ എന്റെ പള്ളി, ഒരു പടവാണ് അതെങ്കിലും അതൊരിക്കലും മുങ്ങിപ്പോകയില്ല. അതൊരു കൂറ്റൻ പാറയുമാണ്. തിരമാലകൾ ആഞ്ഞടിച്ചാലും അതിളകുകയില്ല. അത് പ്രകാശം ഉയർത്തിപ്പിടിക്കും. എന്റെ പ്രകാശം, ദൈവത്തിന്റെ പ്രകാശം. അസ്തിത്വത്തിന്റെ പൂർണ്ണതയിലെത്തിയ ഒരു നക്ഷത്രം വളരെ ശക്തമായ പ്രഭയോടെ പ്രകാശിക്കുന്നത് പോലെ അന്ന് എന്റെ സഭ ഒരു പ്രകാശമേറിയ ഒരു നക്ഷത്രമായിരിക്കും. പിന്നീട് അത് അഴിഞ്ഞു പോകുന്നു. സ്വർഗീയ ഉദ്യാനത്തിലെ ബൃഹത്തായ ഒരു പുഷ്പമായിരിക്കും അത്. സ്രഷ്ടാവിന്റെ പാദത്തിൽ നിന്ന് അസ്തിത്വവും സ്നേഹവും ശ്വസിക്കുന്ന ഒരു പൂവായിരിക്കും അത്. ചുവന്നു തുടിക്കുന്ന ഒരു സുന്ദര പുഷ്പവുമായിരിക്കും. ഇത് തീർച്ചയായും സംഭവിക്കും. അപ്പോൾ പൂർണ്ണതയിലെത്തിയ ഭാഗ്യപ്പെട്ട നിത്യമായ സ്വർഗരാജ്യം വന്നു ചേരും. നിന്റെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നിർവഹിക്കപ്പെടട്ടെ. ഒരാൾ സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിച്ചു കഴിയുമ്പോഴാണ് സ്വന്തം മനസ്സിനെ സ്നേഹിക്കുന്ന ആളിന്റെ മനസ്സിന് പൂർണ്ണമായി വിധേയമാകുന്നത്. ഒരാൾ ദൈവിക പുണ്യങ്ങൾ വീരോചിതമായി സ്വന്തമാക്കി കഴിയുമ്പോൾ മാത്രമേ സ്വന്തം മനസ്സിനെ ദൈവത്തിന്റെ മനസ്സിന് വിധേയമാക്കുകയുള്ളൂ. ഒരു കുറ്റവും കുറവുമില്ലാത്ത സ്വർഗത്തിൽ ദൈവത്തിന്റെ മനസ്സ് നിർവഹിക്കപ്പെടുന്നു. സ്വർഗത്തിന്റെ മക്കളായ നിങ്ങൾ സ്വർഗത്തിൽ ചെയ്യപ്പെടുന്നത് ചെയ്യാൻ പഠിക്കണം. അനുദിനമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. നിങ്ങൾ സ്വർഗത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്കുള്ള പോഷണം ദൈവം മാത്രമാണ്. സ്വർഗീയ ആനന്ദം നിങ്ങളുടെ ഭക്ഷണമായിരിക്കും. എന്നാൽ ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്പം ആവശ്യമുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളായതിനാൽ അപ്പാ, ഞങ്ങൾക്ക് കുറച്ച് അപ്പം തരണമേ എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളതാണ്. അവൻ കേൾക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ? ഓ, ഒരിക്കലുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നിങ്ങളുടെ ഒരു സ്നേഹിതൻ പാതിരാത്രിക്ക് വന്ന് നിങ്ങളോട് പറയുകയാണ്, എനിക്ക് 3 അപ്പം തരണമേ, കാരണം എന്റെ സ്നേഹിതൻ വന്നിരിക്കുന്നു, അയാൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല എന്ന്. എന്നെ ഉപദ്രവിക്കല്ലേ, വാതിലടച്ച് കുറ്റിയിട്ടു, കുട്ടികളും എന്റെ അടുത്ത് കിടന്നുറങ്ങുകയാണ്. എഴുന്നേറ്റ് നീ ചോദിക്കുന്നത് തരാൻ എനിക്ക് സാധ്യമല്ല എന്നുള്ള ഉത്തരം നിങ്ങൾ പറയുമോ? നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിതനാണെങ്കിൽ സ്നേഹിതന്റെ ആവശ്യത്തിന് വഴങ്ങി അയാൾ ചോദിച്ചത് കൊടുക്കും. അത്ര നല്ല സ്നേഹിതനല്ലെങ്കിൽ തന്നെയും അയാൾ ആവശ്യപ്പെട്ടത് അയാൾക്ക് ലഭിക്കും. അയാൾ നിർബന്ധിക്കുന്നത് കാരണം കാര്യം നടക്കും. കാരണം ഉപദ്രവം തീരട്ടെ എന്ന് വിചാരിച്ച് ആരോട് അപ്പം ചോദിച്ചോ അയാൾ വേഗം അത് കൊടുക്കും. എന്നാൽ പിതാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിലെ ഒരു സ്നേഹിതനോടല്ല നിങ്ങൾ ചോദിക്കുന്നത്, സ്വർഗത്തിലെ പിതാവായ പരിപൂർണനായ സ്നേഹിതന്റെ പക്കലേക്ക് ആണ് നിങ്ങൾ തിരിയുന്നത്. അതിനാലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ചോദിക്കുവിൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ വാതിൽ നിങ്ങൾക്കായി തുറക്കപ്പെടും എന്ന്. കാരണം ചോദിക്കുന്നവന് ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ എപ്പോഴും കണ്ടെത്തുന്നു, മുട്ടുന്നവന് വാതിൽ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ലെടുത്തു കൊടുക്കുന്ന അപ്പൻ നിങ്ങളുടെ ഇടയിലുണ്ടോ? അല്ലെങ്കിൽ പൊരിച്ച മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ഒരു പിതാവ് മകനോട് ചെയ്താൽ അവൻ ഒരു അക്രമിയും കുറ്റവാളിയുമാണ്. ഞാൻ പണ്ടേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവർത്തിച്ച് പറയുന്നു.
നല്ലവരും വിശ്വസ്തരുമായിരിക്കൂ. ഒരു മുട്ടയ്ക്ക് പകരം സുബുദ്ധിയുള്ള ഒരുവനും ഒരു തേളിനെ കൊടുക്കുകയില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നവ എത്ര ധാരാളതയോടെയായിരിക്കും ദൈവം നിങ്ങൾക്ക് തരിക. കാരണം നിങ്ങൾ ഒരുമാതിരി ദുഷ്ടരാണ്. എന്നിട്ടും മക്കൾക്ക് നല്ലത് മാത്രം നൽകുന്നു. എന്നാൽ ദൈവം നല്ലവനാണ്. അതിനാൽ പുത്രസഹജമായ സ്നേഹത്തോടെ എളിമയോടെ നിങ്ങൾക്കാവശ്യമായ അപ്പത്തിനായി നിങ്ങളുടെ അപ്പനോട് ചോദിക്കുക. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പദാർത്ഥപരമായ കടങ്ങളും അരൂപിയുടെ കടങ്ങളുമുണ്ട്, കൂടാതെ ധാർമ്മികമായ കടങ്ങളും. തിരിച്ചു കൊടുക്കാൻ കടമായി വാങ്ങിയിട്ടുള്ള പണവും സാധനവുമെല്ലാം പദാർത്ഥപരമായ കടങ്ങളാണ്. സൽപ്പേര് കളഞ്ഞിട്ട് അത് തിരിച്ചു നൽകാതിരിക്കുന്നതും അർഹിക്കുന്ന സ്നേഹം കൊടുക്കാതിരിക്കുന്നതും ധാർമ്മിക കടങ്ങളാകുന്നു. ദൈവത്തിൽ നിന്ന് എല്ലാം പിടിച്ചു വാങ്ങുകയും എന്നാൽ വളരെ കുറച്ചു മാത്രം ദൈവത്തിന് നൽകുകയും ചെയ്യുന്നതും അനുസരണയും സ്നേഹവും ദൈവത്തിന് നൽകേണ്ടതും അരൂപിയുടെ കടങ്ങളാണ്. അവൻ നമ്മെ സ്നേഹിക്കുന്നു, അതിനാൽ അവനെ നമ്മൾ സ്നേഹിക്കണം. ധാരാളം സ്നേഹപ്രവൃത്തികൾ ചെയ്യണം. നമ്മൾ ആവശ്യപ്പെടുന്ന നമ്മുടെ അമ്മ, ഭാര്യ, പുത്രൻ എന്നിവരെയെല്ലാം നമ്മൾ സ്നേഹിക്കേണ്ടതല്ലേ? അതുപോലെ ദൈവത്തെയും നമ്മൾ സ്നേഹിക്കണം. സ്വാർത്ഥമതിയായ മനുഷ്യന് എല്ലാം വേണം, പക്ഷെ ഒന്നും കൊടുക്കുകയില്ല. എന്നാൽ അഹങ്കാരി ധ്രുവങ്ങൾ തമ്മിൽ അകന്നിരിക്കുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് അകന്നാണിരിക്കുന്നത്. നമ്മൾക്ക് എല്ലാവരോടും കടമയുണ്ട്. ദൈവം തുടങ്ങി ഒരു ബന്ധു വരെ, ബന്ധു മുതൽ സ്നേഹിതൻ വരെ, സ്നേഹിതൻ മുതൽ അയൽക്കാരൻ വരെ, ഒരു ഭൃത്യൻ വരെ, ഒരടിമ വരെ. കാരണം അവരെല്ലാവരും നമ്മെപ്പോലെ തന്നെയുള്ള സൃഷ്ടികളാണ്. ക്ഷമിക്കാത്തവന് ഹാ ദുരിതം, അവനോട് ക്ഷമിക്കപ്പെടുകയില്ല. മനുഷ്യൻ അവന്റെ സഹജീവിയായ മനുഷ്യരോട് ക്ഷമിക്കുന്നില്ലെങ്കിൽ ഏറ്റവും പരിശുദ്ധനായ ദൈവത്തോട് മനുഷ്യനുള്ള കടങ്ങൾ ഇളവ് ചെയ്യാൻ നിന്റെ നീതിയിൽ അവന് കഴിയുകയില്ല. പരീക്ഷയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, എന്നാൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പെസഹ അത്താഴം നമ്മോടൊരുമിച്ച് കഴിക്കേണ്ടതാണെന്ന് തോന്നാതിരുന്ന മനുഷ്യൻ ഏകദേശം 1 വർഷം മുമ്പ് എന്നോട് ചോദിച്ചു, എന്ത്, പരീക്ഷിക്കപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്നോ? പരീക്ഷയെ ജയിക്കാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാനോ? അപ്പോൾ ഞങ്ങൾ 2 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടൊരിക്കൽ വിജനമായ ഒരു സ്ഥലത്ത് ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അന്നേരവും ഞാൻ ഇതിന് മറുപടി പറഞ്ഞു. എന്നിട്ടൊരു ഉപകാരവും ഉണ്ടായില്ല. കാരണം വഴങ്ങാത്ത ഒരരൂപിയുമായി ഇടപെടുമ്പോൾ ദുശാഠ്യത്തിന്റെ കോട്ടയിൽ ഒരു വിടവുണ്ടാകേണ്ടതുണ്ട്. അതിനാൽ എല്ലാം പൂർത്തിയാകുന്നതുവരെ ഞാൻ ഇത് 1 അല്ല, 10 അല്ല, 100 പ്രാവശ്യം ആവർത്തിച്ച് പറയും. എന്നാൽ നിങ്ങൾ വിചിത്രമായ തത്വങ്ങളാലോ ദുരാശകളാലോ കഠിനരായി തീർന്നിട്ടില്ലാത്തതിനാൽ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങളോട് ഞാൻ യാചിക്കുന്നു. പരീക്ഷകൾ നിങ്ങളിൽ നിന്ന് അകറ്റിവിടണമേ എന്ന് എളിമയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഓ എളിമ! അവനവൻ എന്തായിരിക്കുന്നുവെന്ന് സ്വയം അറിയുക. നിരാശപ്പെടാതെ, മനസ്സ് തളർന്നു പോകാതെ അവനവനായിരിക്കുന്ന യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെ പറയണം, ഞാൻ അതൊന്നും ചെയ്യുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടെങ്കിലും ഞാൻ വീണു പോയേക്കാം. കാരണം ഞാൻ എന്റെ തന്നെ വിധികർത്താവാകുമ്പോൾ എന്റെ വിധി അത്ര ശരിയായിരിക്കില്ല. ആകയാൽ പിതാവേ, കഴിയുമെങ്കിൽ ദുഷ്ടൻ എന്നെ ഉപദ്രവിക്കാൻ അനുവദിക്കാത്ത വിധം എന്നെ അങ്ങേയരികിൽ ചേർത്ത് നിർത്തി പ്രലോഭനങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാരണം തിന്മ ചെയ്യാൻ പ്രലോഭിപ്പിക്കുന്നത് ദൈവമല്ല, ദുഷ്ടാരൂപിയാണ്. നിന്റെ ബലഹീനതയെ ദുഷ്ടൻ പ്രലോഭനത്തിലേക്ക് വീഴാതിരിക്കാൻ നിന്നെ താങ്ങണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ. എന്റെ വാത്സല്യഭാജനങ്ങളെ, ഞാൻ എല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇത് നിങ്ങളോടുകൂടെ ഞാൻ പങ്കെടുക്കുന്ന 2ാമത്തെ പെസഹായാണ്. കഴിഞ്ഞ കൊല്ലം പെസഹായ്ക്ക് നമുക്ക് അപ്പവും ആടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇക്കൊല്ലം എന്റെ പ്രാർത്ഥന നിങ്ങൾക്ക് ഞാൻ തരുന്നു. ഭാവിയിലുള്ള പെസഹ തിരുനാളുകളിൽ
മറ്റു സമ്മാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് തരും. കാരണം പിതാവ് ആവശ്യപ്പെടുന്ന ഇടത്തേക്ക് ഞാൻ പോയി കഴിയുമ്പോൾ മോശ കൽപ്പിച്ച ആട്ടിൻകുട്ടിയുടെ തിരുനാളിൽ സാക്ഷാൽ ആട്ടിൻകുട്ടിയെ നിങ്ങൾ ഓർത്തിരിക്കാനായി അവ ആവശ്യമാണ്. എഴുന്നേൽക്കൂ, നമുക്ക് പോകാം. പുലർച്ചയ്ക്ക് നമ്മൾ പട്ടണത്തിലേക്ക് പോകും. അല്ലെങ്കിൽ വേണ്ട, നാളെ പോകാം. നീ സൈമണും നീ യൂദാസ് തദേവൂസ് എന്റെ സഹോദരനും കൂടെ പോയി സ്ത്രീകളെയും ബാലനെയും കൂട്ടിക്കൊണ്ടുവരിക. നീയ് യോനായുടെ പുത്രൻ സൈമണും മറ്റെല്ലാവരും അവർ വരുന്നതുവരെ എന്റെ കൂടെ ഇവിടെ ആയിരിക്കണം. പിന്നീട് നമുക്കെല്ലാവർക്കും കൂടെ ബെഥനിയിലേക്ക് പോകാം. അനന്തരം അവർ താഴേക്കിറങ്ങി വിശ്രമത്തിനായി ഗെത്സമനിയിലെ വീട്ടിൽ പ്രവേശിക്കുന്നു. ദർശനം അവസാനിക്കുന്നു.